വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, +1 വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടാണ്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, ദെൻ ബാലൻസ് ഷീറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട്. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് റിസൾട്ട് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. അല്ലേ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. അല്ലേ, അവിടെ നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്, ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ, ഇപ്പോൾ 31 മാർച്ചിൽ അല്ലെങ്കിൽ 31 ഡിസംബറിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ പ്രോഫിറ്റാണോ, ഒരു ബിസിനസ്സിന് പ്രോഫിറ്റാണോ അല്ലെങ്കിൽ ലോസ് ആണോ, നെറ്റ് പ്രോഫിറ്റാണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം വെച്ചുകൊണ്ടാണ്, ഒരു പ്രോബ്ലം എടുത്തുകൊണ്ടാണ് ഇവിടെ ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു പ്രോബ്ലമാണ് +1 കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സാമിന് സാധാരണ കൊടുക്കാറ്. നമുക്കൊരു ട്രാ ബാലൻസോ അല്ലെങ്കിൽ അക്കൗണ്ടുകളുടെ ബാലൻസോ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ തന്നിട്ടുള്ള ബാലൻസ് വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യമായി നമുക്ക് തന്നിട്ടുള്ള ബാലൻസുകളിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോവുകയാണ് വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം നമുക്കിവിടെ ദ ഫോളോയിങ് വേർ ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് സുനിൽ ആസ് ഓൺ 31 മാർച്ച് 2018. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തരുന്ന പീരീഡ് നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം തരുന്ന പീരീഡ് 31 മാർച്ച് 2000 ആയിരിക്കും. അപ്പോൾ 31 മാർച്ച് 2018 ആണ് ഇയർ എൻഡെങ്കിൽ നമുക്കറിയാം 1 ഏപ്രിൽ 2017 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ചില സമയങ്ങളിൽ നമുക്ക് തരുന്ന ട്രാ ബാലൻസ് അല്ലെങ്കിൽ ഇതേപോലെ തന്നിരിക്കുന്ന ബാലൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, 1 ജാനുവരി ടു 31 ഡിസംബർ ആയിരിക്കും. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം 31 മാർച്ചാണോ 31 ഡിസംബർ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ബാലൻസുകളൊക്കെ തന്നെ ഓരോന്നും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണോ, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതാണോ, അല്ലെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ വരുന്നതാണോ എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഐറ്റം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ട്രേഡിംഗ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്, അല്ലേ. അപ്പോൾ നമുക്കറിയാം അവിടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്, അല്ലേ. അപ്പം സെയിൽസിൽ നെറ്റ് സെയിൽസ് എടുക്കണം. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. എന്താ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നേരത്തെ പറഞ്ഞ നെറ്റ് സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യുകയും നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട ഐറ്റം, ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റം ഏതൊക്കെയാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കണം. അതേപോലെ തന്നെ പർച്ചേസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നെറ്റ് പർച്ചേസാണ്. പർച്ചേസസ് എന്ന് പറയുമ്പോൾ അതോടെ നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് മൈനസ് പർച്ചേസസ് റിട്ടേൺസ്. അതേപോലെ അപ്പം ഓപ്പണിംഗ് സ്റ്റോക്കും
നെറ്റ് പർച്ചേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ട് വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസാണ്. പല ആളുകൾക്കും എന്താണ് ഈ ഡയറക്റ്റ് എക്സ്പെൻസസ്? അപ്പോൾ പ്രധാനമായിട്ടും അവിടെ നമുക്ക് എക്സ്പെൻസിനെ പ്രധാനമായിട്ടും 4 തരംതിരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ 3 തരംതിരിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ 3 4 തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമായി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസിനെ പ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ദെൻ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എന്ന് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്, അല്ലേ? ഇനി 3 ചുരുക്കുകയാണെങ്കിൽ അവസാനത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ സെല്ലിംഗ് ഒന്നായിട്ടും ഡിസ്ട്രിബ്യൂഷൻ മറ്റൊന്നായിട്ടും വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഈ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടതാവാം, അല്ലേ? അതല്ലെങ്കിൽ അത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് ആവാം. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ നമുക്ക് 3 പറയാം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് ആവാം. അതിൽ ട്രേഡിംഗ് ആൻഡ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് ആണ് നമ്മൾ എവിടെ എടുക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എടുക്കുന്നത്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഐറ്റവും നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് എക്സ്പെൻസസും ഇൻകവും നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സ്പെൻസസ് നോക്കുന്ന സമയത്ത് ഈ രീതിയിൽ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത്, നമുക്കിവിടെ നേരത്തെ സൂചിപ്പിച്ചപ്പം തന്നെ ആ ഫോർമുല നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, അല്ലേ? അപ്പോൾ അവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണ്? അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നത്. ബാക്കിയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ എവിടെയാണ് എടുക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു പോകുന്നതിന് പകരം ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രോബ്ലം ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഓരോന്നും, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം? അസറ്റ് ഉണ്ടാവാം, ലയബിലിറ്റി ഉണ്ടാവാം, ദെൻ ക്യാപിറ്റൽ ഉണ്ട്, ദെൻ അതേപോലെ എക്സ്പെൻസസ് ഉണ്ടാവാം, ഇൻകം ഉണ്ടാവാം, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ 5 ടൈപ്പ് ഐറ്റവും നമുക്ക് എവിടെ ഉണ്ടാവും? നമ്മുടെ ഈ ട്രയൽ ബാലൻസിൽ ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ടാവും, അക്കൗണ്ടുകളുണ്ടാവും. അപ്പോൾ ഈ ഓരോ ടൈപ്പും അതിൽ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും നമ്മൾ എടുക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. എക്സ്പെൻസസും ഇൻകവും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും, അല്ലേ, ട്രേഡിംഗ് അക്കൗണ്ടിലുമായിട്ട് വരേണ്ടതാണ്. അതിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട എക്സ്പെൻസ് ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ട എക്സ്പെൻസ് ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഇൻകം ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ട ഇൻകം ഏതൊക്കെയാണ്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രോബ്ലം ബേസ് ചെയ്തുകൊണ്ട് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഓരോന്നായിട്ട് ഒന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നതിനനുസരിച്ച്, അല്ലേ, നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ആദ്യം നോക്കാം. നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ്, അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡ് 540 rupees തന്നിട്ടുണ്ട്. നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്. അത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ടതാണ്. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ട ഐറ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക, കാരണം അത് കറണ്ട് അസറ്റാണ്. ദെൻ ക്യാഷ് അറ്റ് ബാങ്കും, അല്ലേ, എമൗണ്ട് തന്നിട്ടുണ്ട്. 2630 rupees നമുക്ക് തന്നിട്ടുണ്ട്. അതും നമുക്ക് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റായിട്ട് എടുക്കേണ്ടതാണ്. ഇവിടെ പ്രോബ്ലം തന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചില പ്രോബ്ലങ്ങളിൽ നമുക്ക് എക്സാമിനേഷന് വരുന്ന +1 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇങ്ങനെ കാണാറുണ്ട്, പർച്ചേസസ് ആൻഡ് സെയിൽസ്. ഇപ്പോൾ പർച്ചേസസ് ആൻഡ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെബിറ്റിൽ തന്നിരിക്കുന്നത് എന്തായിരിക്കും? കാരണം പർച്ചേസസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, സെയിൽസിന് എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പർച്ചേസസ് ആൻഡ് സെയിൽസ് ഇങ്ങനെ ഒരുമിച്ച് തന്നെ, അതേപോലെ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, അല്ലേ, അതേപോലെ ഡ്രോയിങ്സ് ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ റിട്ടേൺസ് എന്ന് പറയുകയും അതിൽ പർച്ചേസസ് റിട്ടേൺസ് ഉണ്ടാവും, ക്രെഡിറ്റ്സ് പിന്നെ അതേപോലെ സെയിൽസ് റിട്ടേൺസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തരുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പർച്ചേസസ് 40,675. അപ്പോൾ ഇതാണ് പർച്ചേസ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതേപോലെ തന്നെ സെയിൽസ് എന്ന് പറയുന്നത് 98,790. അപ്പോൾ പർച്ചേസസ് എവിടെ എടുക്കേണ്ടതാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്. സെയിൽസും എവിടെ എടുക്കേണ്ടതാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്. പക്ഷേ അതിലുള്ള വ്യത്യാസം എന്താണ്? പർച്ചേസസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 98,790 എന്ന് പറയുന്ന ഈ സെയിൽസ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ എടുക്കേണ്ടത് എവിടെയാണ്? അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ മാത്രമല്ല, ഈ ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് പറയാൻ മറന്നുപോയ ഒരു സാധനം എന്ന് പറയുന്നത് ഇത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും നോമിനൽ അക്കൗണ്ടാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നോമിനൽ അക്കൗണ്ട് വിത്തൗട്ട് ഡേറ്റ് കോളാണ്, അങ്ങനെ വേണം നമുക്ക് പറയാം. നോമിനൽ അക്കൗണ്ട് വിത്തൗട്ട് ഡേറ്റ് കോളാണ്. ഡേറ്റ് കോൾ ഇല്ലാത്ത ഒരു നോമിനൽ അക്കൗണ്ടാണ്, ഇറ്റ് ഈസ് എൻ അക്കൗണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ പിന്നെ എക്സ്പെൻസസ് ആണ് കാണിക്കുന്നത്, ദെൻ ക്രെഡിറ്റിലാണ് ഇൻകം കാണിക്കുന്നത്. അപ്പോൾ പർച്ചേസസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലും അതേപോലെ സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലും എടുക്കേണ്ടതാണ്.
ഇനി ഇത് എടുക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഫോർമുല പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെറ്റ് പർച്ചേസസും നെറ്റ് സെയിൽസും ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പർച്ചേസസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ക്വസ്റ്റനിൽ തന്നെ നോക്കാം, 4ാമത്തെ ഐറ്റമായിട്ട് തന്നിട്ടുള്ള അല്ലേ, എന്താ പർച്ചേസസ് റിട്ടേൺസ് 680 തന്നിട്ട് അപ്പോൾ ഇത് പർച്ചേസസ് റിട്ടേൺസ് ഇവിടെ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കി കണ്ടുപിടിക്കുന്ന നേരം അത് തെറ്റിപ്പോകാൻ പാടില്ല, ശ്രദ്ധിച്ചോളണേ. പർച്ചേസസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസസ് റിട്ടേൺസ് എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. പർച്ചേസസ് ഡെബിറ്റ് ബാലൻസ് ആകുമ്പോൾ പർച്ചേസസ് റിട്ടേൺസിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇത് എപ്പോഴും നമ്മൾ പറയുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സെയിൽസ് ക്രെഡിറ്റ് ആണ്, അപ്പോൾ സെയിൽസ് റിട്ടേൺസ് എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് അടുത്ത് തന്നെയാണ് ഉള്ളത്, ഈ തന്ന ഐറ്റം അടുത്തടുത്താണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ പർച്ചേസസിൽ നിന്നും നമ്മൾ പർച്ചേസസ് റിട്ടേൺസ് മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 40,675 നിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് പർച്ചേസസ് റിട്ടേൺസ് 500 ആണ്. അത് പ്രോബ്ലം ചെയ്യുന്നവരെ നമുക്ക് കാണാം. ദെൻ അതേപോലെ സെയിൽസിൽ നിന്ന് 98,790 സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് എന്താണ്? 680, അതായത് സെയിൽസ് റിട്ടേൺസ് ആണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പർച്ചേസസ് റിട്ടേൺസിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, സെയിൽസ് റിട്ടേൺസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. മാത്രമല്ല ചിലപ്പോൾ ഈ പർച്ചേസസ് റിട്ടേൺസിനെ അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺസിനെ മറ്റൊരു പേരിലും കൂടി നമ്മൾ ചിലപ്പോൾ വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അത് റിട്ടേൺസ് ഇൻവേർഡ്സ്, അതേപോലെ റിട്ടേൺസ് ഔട്ട്വേർഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു എപ്പോഴും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാറ് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പർച്ചേസസ് എന്ന് പറയുമ്പോൾ നേരം സാധനം നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്, ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഗുഡ്സ് ഇങ്ങോട്ട് വരികയാണ് അല്ലേ. അപ്പോൾ പർച്ചേസസ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ വന്ന സാധനം നമ്മൾ തിരിച്ച് പുറത്തേക്ക് പോവുക, വന്ന സാധനം പുറത്തേക്ക് പോകുന്ന നേരം എന്താ പറയുക? ഔട്ട്. അപ്പോൾ റിട്ടേൺസ് ഔട്ട്വേർഡ്. റിട്ടേൺസ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസസ് റിട്ടേൺസ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധനം വിൽക്കുക, അപ്പോൾ പുറത്തേക്ക് അങ്ങ് പോയി അല്ലേ. ഇനി അത് തിരിച്ചിങ്ങോട്ട് വരിക, ഇൻവേർഡ്. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് മനസ്സിലാക്കാൻ റിട്ടേൺസ് ഇൻവേർഡ്സ് ആണ് സെയിൽസ് റിട്ടേൺസ്, റിട്ടേൺസ് ഔട്ട്വേർഡ്സ് ആണ് എന്ത്? പർച്ചേസസ് റിട്ടേൺസ്. ഈ രീതിയിൽ നമ്മളതിനെ ചിലപ്പോൾ അങ്ങനെ റിട്ടേൺസ് ഇൻവേർഡ്സ് എന്നും റിട്ടേൺസ് ഔട്ട്വേർഡ്സ് എന്നും ചില പ്രോബ്ലത്തിൽ നമ്മൾ കാണാറുണ്ട്. അതും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ റിട്ടേൺസ് മാത്രമേ തന്നിട്ടുള്ളൂ. then അടുത്തത് വേജസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. വേജസ് എന്ന് പറയുന്നത് എന്ത് എക്സ്പെൻസ് ആണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റമാണ്. then അടുത്ത ഐറ്റത്തിലേക്ക് പോവുക, ഫ്യൂവൽ ആൻഡ് പവർ അല്ലേ. ഇതും ഡയറക്റ്റ് എക്സ്പെൻസാണ്, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എന്തെന്ന് പറയുന്നത്? ഫ്യൂവൽ ആൻഡ് പവർ എന്ന് പറയുന്നത്. ക്യാരേജ് ഓൺ സെയിൽസ്, ക്യാരേജ് കാണുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ക്യാരേജ് ഓൺ സെയിൽസും ഉണ്ടാവും, ക്യാരേജ് ഓൺ പർച്ചേസും ഉണ്ടാവും അല്ലേ. ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പർച്ചേസുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, അത് നമ്മൾ എവിടെ എടുക്കേണ്ടതാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണെങ്കിൽ. ക്യാരേജ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, അത് സെയിൽസുമായി ബന്ധപ്പെട്ട ക്യാരേജ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ എവിടെ എടുക്കേണ്ടതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ടതായിട്ടാണ് ക്യാരേജ് ഓൺ സെയിൽസ്. അപ്പോൾ ക്യാരേജ് ഇത് രണ്ടും കൂടെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ചിലപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് പറയുന്നതിന് പകരം തന്നിട്ടുണ്ടാവുക ക്യാരേജ് ഇൻവേർഡ് എന്നായിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ദെൻ അടുത്ത ഐറ്റം നോക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് അല്ലേ, 5,760. അപ്പോൾ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ദെൻ ക്യാരേജ് ഓൺ പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടാണ്, പക്ഷേ ക്യാരേജ് ഓൺ സെയിൽസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ദെൻ ഫ്യൂവൽ ആൻഡ് പവർ എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടാണ് അല്ലേ. ഓരോന്നും ശ്രദ്ധിക്കാം. ദെൻ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്ന ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് 5,760 നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, എന്താണ് ബിൽഡിംഗ് എന്ന് പറയുന്നത്? ഒരു അസറ്റാണ്. അസറ്റിൽ തന്നെ എന്ത് അസറ്റാണ്? ഒരു ഫിക്സഡ് അസറ്റാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദെൻ ബാക്കിയുള്ള ഐറ്റം ഒന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫ്രീ ഹോൾഡ് ലാൻഡ് അല്ലേ. അപ്പം ചിലപ്പോൾ നമുക്ക് ഫ്രീ ഹോൾഡ് ലാൻഡ്, ലീസ് ഹോൾഡ് ലാൻഡ് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തരും. ഇവിടെ ഫ്രീ ഹോൾഡ് ലാൻഡ് എന്നാണ് തന്നത്. ഇതെന്താണ് ഫ്രീ ഹോൾഡ് ലാൻഡ് എന്ന് പറയുന്നത്? നമുക്ക് അസറ്റ് സൈഡിൽ എടുക്കേണ്ട ഒരു ഫിക്സഡ് അസറ്റ് ആയിട്ട് എടുക്കേണ്ട ഐറ്റാണ്. അത് നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടതാണ്. അതിനടുത്ത് നോക്കാം മിഷനറി 20,000 എവിടെ എടുക്കേണ്ടത്? അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കേണ്ടതാണ്. ദ സാലറി അടുത്ത ഐറ്റം 14,000 എന്താണ്? ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റാണ്. വേജസ് നമ്മൾ എവിടെ എടുക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിലും. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. സാലറി നമ്മൾ എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. നേരത്തെ വേജസ് വന്നിരുന്നു. വേജസ് നമ്മൾ എടുക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. പാറ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്, ഫിക്സഡ് അസറ്റാണ് അല്ലേ. അല്ലെങ്കിൽ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗുഡ് വിൽ, പാറ്റന്റ്, ട്രേഡ് മാർക്ക് അല്ലേ, ഇൻടാഞ്ചിബിൾ അസറ്റും കൂടിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 7,500 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ ജനറൽ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കേണ്ടത്. ഇൻഷുറൻസ് തന്നിട്ടുണ്ട്, അതെവിടെ എടുക്കേണ്ടത്? ഇൻഷുറൻസ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കണം. ദെൻ ഡ്രോയിങ്സ് ആൻഡ് ക്യാപിറ്റൽ. ശ്രദ്ധിക്കുക, ഇതിവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ പർച്ചേസ് ആൻഡ് സെയിൽസ് തന്നതുപോലെ ഡ്രോയിങ്സും ക്യാപിറ്റലും ഒരുമിച്ചാണ് തന്നത്. അപ്പോൾ ക്യാപിറ്റലിന് എപ്പോഴും നമുക്കറിയാം എന്ത് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. തെറ്റിപ്പോകേണ്ട സാഹചര്യം ഇല്ല അല്ലേ. ക്യാപിറ്റൽ എപ്പോഴും നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ദെൻ ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 5245. ഈ ഡ്രോയിങ്സ് വളരെ ശ്രദ്ധിക്കണം. ഡ്രോയിങ്സ് വേറെ എവിടെയും എടുക്കേണ്ട ഐറ്റമല്ല, നമ്മളൊരു പ്രത്യേക ഐറ്റമായിട്ടല്ല സാധാരണ എടുക്കുക. നമ്മൾ അവസാനം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എടുത്ത് ആ ക്യാപിറ്റലിനോട് കൂടി നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തതിന് ശേഷമോ അത് ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല അല്ലേ. ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും, എന്നിട്ട് ഡ്രോയിങ്സ് എന്ത് ചെയ്യും, ലെസ് ചെയ്യും. ഇപ്പോൾ ആദ്യം ഡ്രോയിങ്സ് അങ്ങ് ലെസ് ചെയ്ത് പോയതുകൊണ്ട് തെറ്റിപ്പോകുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. സാധാരണ നമ്മൾ ചെയ്യാറ് ക്യാപിറ്റൽ എടുക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും, ദെൻ ലെസ് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും. നെറ്റ് ലോസ് ആണെങ്കിൽ അതും എന്തിനാണ് ചെയ്യേണ്ടത്, ക്യാപിറ്റലിൽ നിന്ന് ലെസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 62,000 ആണ്. അതിന്ന് മൈനസ് ചെയ്യാനുള്ള ഒരു ഐറ്റം അല്ലേ, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് മൈനസ് ചെയ്യാനുള്ള ഐറ്റമാണ് 5245. സൺട്രി ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും തെറ്റേണ്ടതില്ല. ഡെബിറ്റ് തന്നിരിക്കുന്നത് സൺട്രി ഡെറ്റേഴ്സാണ്, ക്രെഡിറ്റ് തന്നിരിക്കുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സാണ് അല്ലേ. ഇനി ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ റെൻറ്റ് തന്നിരിക്കുന്നത് നോക്കൂ. റെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് എവിടെ കൊടുത്തിരിക്കുന്നത്, ഡെബിറ്റിലല്ല, എവിടെയാണ്, ക്രെഡിറ്റില്ല. അപ്പം എന്ത് മനസ്സിലാക്കണം, ഇവിടെ റെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ് അല്ലേ. ഇൻകത്തിനാണ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവുക. ഈ റെൻ്റ് എക്സ്പെൻസ് ആയിരുന്നെങ്കിൽ റെൻ്റ് എവിടെ തരണം, ഡെബിറ്റ് സൈഡിൽ ഇതായി ഡെബിറ്റ് ബാലൻസ് തരണം. ഇവിടെ റെൻ്റ് ഡെബിറ്റ് ബാലൻസ് തരുന്നതിന് പകരം എവിടെ തന്നിരിക്കുന്നത്, ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ റെൻ്റ് എന്താണ്, റെൻ്റ് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് റെൻ്റ് റിസീവ്ഡ് ആണ്, ശ്രദ്ധിക്കാം. ദെൻ ഡെറ്റേഴ്സിൽ നിന്നും 1000 rupees എന്തായിട്ടുണ്ട്, ബാഡറ്റ് ആയിട്ടുണ്ട് അല്ലേ. 1000 rupees ബാഡറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റാണ്. കാരണം ബാഡറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് സെയിൽസുമായി ബന്ധപ്പെടുത്തിയിട്ട് സെയിൽസിൽ ഡെറ്റേഴ്സ് വന്നു, ഡെറ്റേഴ്സാണ് എന്തായി മാറുന്നത്, ബാഡറ്റായി മാറുന്നത്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 1000 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇപ്പോൾ ഇവിടെ ഈ സ്ലൈഡിൽ തന്നിരിക്കുന്ന ഐറ്റത്തിൽ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു പോകാം. ഫ്രീ ഹോൾഡ് ലാൻഡ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് ആയിട്ട് എടുക്കാം. മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്, അസറ്റ് സൈഡിൽ എടുക്കാം. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കാം അല്ലേ. പാറ്റൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എടുക്കാം. ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്. ഡ്രോയിങ്സും ക്യാപിറ്റലും വരുന്നത്, ക്യാപിറ്റലിൽ നിന്നും നമ്മൾ ഡ്രോയിങ്സ് മൈനസ് ചെയ്യാണ് ചെയ്യുക, അത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലായിരിക്കും ചെയ്യുക. ദെൻ സൺട്രി ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് രണ്ടും എവിടെയാണ്, ബാലൻസ് ഷീറ്റിലാണ്. ഡെറ്റേഴ്സ് അസറ്റിലും ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റീസിലും എടുക്കണം. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകമാണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കണം. ബാഡറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ലോസ് ആണ്, ഒരു എക്സ്പെൻസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എക്സ്പെൻസസും നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതൊരു എന്താണ്, നോമിനൽ അക്കൗണ്ടാണ്. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താ, നോമിനൽ അക്കൗണ്ട് ഡെബിറ്റഡ് വിത്ത് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എക്സ്പെൻസ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ലോസ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ബാഡറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ട ആയിട്ടാണ്. ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടലും ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അവസാനം ബാലൻസ് ഷീറ്റൊക്കെ ടാലി ആവാത്തൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, നമ്മുടെ ഈ ട്രാ ബാലൻസ് ടാലി ആയിട്ടില്ല എങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം എന്ത് ടാലി ആവില്ല, നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മളെല്ലാം ചെയ്തത് ശരിയാണ്, എന്നിട്ടും ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നില്ലെങ്കിൽ തന്നിരിക്കുന്ന ട്രാ ബാലൻസിൻ്റെ ടോട്ടൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ മാത്രം ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് സമയം വേണ്ടത്ര എക്സാമിന് കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളത് കൊണ്ട് അത് നോക്കിയിട്ട് സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയുള്ള പ്രോബ്ലമാണ്. എക്സാമിന് സാധാരണ ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു 6-7 അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റൂടെ നോക്കാം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം എവിടേക്കാണ് വരുന്നത് എന്നൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഐറ്റം നോക്കൂ, എന്താണ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 31st March 2018 വാസ് ₹6,800. എവിടേക്ക് കാണിക്കണം, ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നാൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് 2 സ്ഥലത്താണ് കാണിക്കേണ്ടത് അല്ലേ. എവിടേക്കാണ് 2 സ്ഥലം എന്ന് പറയുന്നത്, എവിടേക്കാണ്, ഒന്ന് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് സെയിൽസ് റിട്ടേൺസും ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അവിടെ എന്ത് കാണിക്കാം, ക്ലോസിംഗ് സ്റ്റോക്ക്. അതോടൊപ്പം തന്നെ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു കറണ്ട് അസറ്റാണ്. അപ്പോൾ അത് ചിലപ്പം ചില കുട്ടികൾ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസിൻ്റെ താഴെ എടുത്തിട്ടുണ്ടാവും, പക്ഷേ ബാലൻസ് ഷീറ്റിൽ ചിലപ്പോൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ടു ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി
ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ടു ബി ഷോൺ ഓൺ ദി എവിടെയാ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അലോങ് വിത്ത് കറണ്ട് അസറ്റ്. ഇറ്റ് ഈസ് എ കറണ്ട് അസറ്റ് അല്ലേ? അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാം. ദെൻ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. മിഷനറി ഡിപ്രീസിയേറ്റഡ്. മിഷനറി ടു ബി ഡിപ്രീസിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 10%. ഇവിടെ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? മിഷനറി ഈസ് ടു ബി ഡിപ്രീസിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ആൻഡ് പാറ്റൻറ്റ് ഈസ് ടു ബി ഡിപ്രീസിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 20%. രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം അസറ്റിൻ്റെ വാല്യൂ എന്താവും? കുറയും. എന്താ ജേണൽ എൻട്രി? ഈ മിഷനറി ഡിപ്രീസിയേഷൻ്റെ ജേണൽ എൻട്രി നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്തായിരുന്നു ഡിപ്രീസിയേഷൻ്റെ ജേണൽ എൻട്രി? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു അസറ്റ് എന്നാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു അസറ്റ്. ആ അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? മൈനസ് ആവണം. അത് മാത്രമല്ല ഇതിൻ്റെ രണ്ട് ട്രീറ്റ്മെൻറ്റുകൾ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് ടു ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് ബിസിനസ്സിൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ ലോസ് ആയിട്ട് നമ്മൾ എവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നതോടൊപ്പം തന്നെ ഈ രണ്ട് ഐറ്റവും നമ്മൾ എവിടെ നിന്ന് മൈനസ് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ അതാത് അസറ്റിൽ നിന്ന്. ഇപ്പോൾ മിഷനറിയുടെ ഡിപ്രിസിയേഷൻ മിഷനറിയിൽ നിന്നും, അതേപോലെ പാറ്റൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മൾ പാറ്റൻറ്റിൽ നിന്നും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കുക. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ? For the month of March amounting to rupees 1,500. Salaries for the month of March 2018 amounting to rupees 1,500 were outstanding. The outstanding എന്ന് പറഞ്ഞാൽ outstanding expense means an expense is due but not paid. An expense due but not paid is called outstanding expense. ഒരു എക്സ്പെൻസ് ഡ്യൂ ആവുകയും അത് നമ്മൾ കൊടുക്കാതിരിക്കുകയും ചെയ്തു. അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പോൾ സാലറി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഈസ് ടു ബി ആഡഡ് അലോങ് വിത്ത് ദ എക്സ്പെൻസസ്. ഇപ്പോൾ സാലറിയാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയത്. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആകുമ്പോൾ സാലറിയുടെ കൂടെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. Salary outstanding is to be added along with salary in the എവിടെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സാലറി നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ അത് സാലറി എടുത്തു, അതിനോടുകൂടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ അവിടെ ആഡ് ചെയ്യണം. അതൊരു കാര്യം. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ടു ബി ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. കാരണം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലാബിലിറ്റിയാണ് അല്ലേ? അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ എന്തിൻ്റെ കൂടെ? നമ്മുടെ കറണ്ട് ലാബിലിറ്റീൻ്റെ കൂടെ ഈ ഐറ്റം നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ഈ രണ്ട് ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഓർത്ത് വെക്കുക. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മറന്നു പോകാതെ ചെയ്യണം. അടുത്ത ഐറ്റം നോക്കുക. ഇൻഷുറൻസ് ഇൻക്ലൂഡ്സ് എ പ്രീമിയം ഓഫ് ₹170 ഓൺ പോളിസി എക്സ്പയറിംഗ് ഓൺ 30th September 2019. ഇവിടെ അത് അതിൻ്റെ കൂടെ തന്നെ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. റെൻറ്റ് അക്രൂഡ് ₹1000. ആദ്യം നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ പറയാം. ഇൻഷുറൻസ് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. കാരണം നോക്കൂ, ഇൻഷുറൻസ് ഇൻക്ലൂഡ് എ പ്രീമിയം ഓഫ് ₹170 ഓൺ എ പോളിസി എക്സ്പയറിംഗ് ഓൺ 30th September 2019 എക്സ്പയർ ആവുന്ന ഒരു കൊല്ലത്തെ പ്രീമിയമാണ് 170. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 31st March ആണ്. അപ്പോൾ ഇവരിപ്പം 1 ഇയറിലേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന 170 എന്ന് പറയുന്ന പ്രീമിയം എന്ന് മുതലുള്ളതായിരിക്കും? ഒക്ടോബർ മുതലുള്ള പ്രീമിയം ആയിരിക്കും. ഒക്ടോബർ 2018 ടു സെപ്റ്റംബർ 2019 പ്രീമിയം ആയിരിക്കും ഇത്. അപ്പോൾ ഒക്ടോബർ 2018 മുതലുള്ള പ്രീമിയം ഇവിടെ മൊത്തം തന്നിരിക്കുന്നത് 170 എന്ന് പറഞ്ഞാൽ അതിൽ 6 മാസം മാത്രമേ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് ഉണ്ടാവുള്ളൂ. ഏതൊക്കെ 6 മാസം? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ 6 മാസം മാത്രമേ നമ്മുടെ ഈ അക്കൗണ്ടിങ് പീരീഡിൽ വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? അടുത്ത 2019 എന്ന് പറയുന്ന അക്കൗണ്ടിങ് പീരീഡിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ 170ൽ 6 മാസത്തെ നമുക്ക് എളുപ്പമാണ്. 6 മാസം ആയതുകൊണ്ട് വളരെ എളുപ്പമാണ് കാൽക്കുലേഷൻ അല്ലേ? 170യുടെ പകുതി എന്ന് പറയുന്നത് എത്ര രൂപ ഉണ്ടാവും? ₹85 ഉണ്ടാവും. അപ്പോൾ ₹85 ഇവിടെ ഇൻഷുറൻസിൽ എന്തുണ്ട്? പ്രീപെയ്ഡ് ആണ്. അപ്പം പ്രീപെയ്ഡ് നമുക്ക് എത്ര എന്നുള്ളത് നമുക്ക് എടുത്ത് നോക്കാം. ആ പ്രീപെയ്ഡ് തന്നിരിക്കുന്ന എമൗണ്ടിൽ ഇൻഷുറൻസിൽ 170 ഇൻഷുറൻസ് എമൗണ്ട് ഒറിജിനലി നമ്മുടെ ബാലൻസ് തന്നിരിക്കുന്ന ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്നത് എത്രയാണെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയം നോക്കാം. അത് 600 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ 600ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് 170 നമുക്ക് മൈനസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ 85 നമ്മുടെ ഈ പീരീഡിലേക്കുള്ളതാണ്. ബാക്കിയുള്ള ഒരു 85 6 months ഹാഫ് ആയതുകൊണ്ട് ബാക്കി വരുന്ന 85 രൂപ അല്ലെങ്കിൽ അതിൻ്റെ 2 ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 85 നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത കൊല്ലത്തേക്കുള്ള 85 രൂപ നമ്മൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മൈനസ് ചെയ്യാവുന്നതാണ്. കാരണം അത് പ്രീപെയ്ഡ് ആണ്.
അല്ലേ? പ്രീപെയ്ഡ് അല്ലെങ്കിൽ അൺഎക്സ്പയർഡ് അല്ലേ? അപ്പോൾ അത് ഇൻഷുറൻസിൽ നിന്ന് പ്രീപെയ്ഡ് ഇൻഷുറൻസ് മൈനസ് ചെയ്യണം. കാരണം എന്താണ്? 2 ട്രീറ്റ്മെൻറ്റാണ് ഇതിനുള്ളത് അല്ലേ? എന്തൊക്കെയാണ് 2 ട്രീറ്റ്മെൻറ്റ്? ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം അല്ലേ? അത് നമുക്ക് ഏത് എക്സ്പെൻസസ് ആണോ പ്രീപെയ്ഡ് ആയിട്ടുള്ളത് അതിൽ നിന്നും അത് മൈനസ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് എക്സ്പെൻസസ്. അത് നമുക്ക് അവിടെ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് ഇൻഷുറൻസ് വരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ ഐറ്റത്തിൽ നിന്ന് നമ്മളത് മൈനസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഐറ്റം എന്താണ്? കറണ്ട് അസറ്റാണ്. അത് കറണ്ട് അസറ്റായിട്ട് നമ്മൾ കാണിക്കുകയും വേണം. അവ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാവുന്നതാണ് ഫർദർ ബാഡ് ഡെറ്റ് അല്ലേ? ഫർദർ ബാഡ് ഡെറ്റ് നോക്കൂ. ഫർദർ ബാഡ് ഡെറ്റ് എത്ര തന്നിരിക്കുന്നത്? 275. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താ? ബാഡ് ഡെറ്റ് ആഡ് ഫർദർ ബാഡ് ഡെറ്റ്സ് ആഡ് ന്യൂ പ്രൊവിഷൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? അതിന് ജേണൽ എൻട്രിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ബാഡ് ഡെറ്റ് ആഡ് ഫർദർ ബാഡ് ഡെറ്റ്. അപ്പം ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ബാഡ് ഡെറ്റിനോട് കൂടി ഫർദർ ബാഡ് ഡെറ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ബാഡ് ഡെറ്റ് ഈ ക്വസ്റ്റനിലുണ്ട്. അതിനോടുകൂടി ഫർദർ ബാഡ് ഡെറ്റ് നമ്മൾ 725 ആഡ് ചെയ്യാനുള്ളതാണ്. ദെൻ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ആ പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് ഒന്നുകൂടെ അത് ഡിസ്കസ് ചെയ്യാം അല്ലേ? പ്രൊവിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ന്യൂ പ്രൊവിഷനാണത്. 5% ആണ് നമുക്ക് പ്രൊവിഷൻ തന്നിരിക്കുന്നത്. അപ്പം പ്രൊവിഷൻ 5% കാണുന്നതിൻ്റെ മുമ്പായി ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഈ ഫർദർ ബാഡ് ഡെറ്റ് മൈനസ് ചെയ്യണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒരുപാട് കുട്ടികൾ ഇത് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് തെറ്റിക്കുന്ന ഒരു പോയിൻ്റ് ആയതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? എന്താണ്? ന്യൂ പ്രൊവിഷൻ 5% ഡെറ്റേഴ്സിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെറ്റേഴ്സ് ഈ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡെറ്റേഴ്സ് നമുക്കൊന്നുകൂടെ നോക്കാം. വെറുതെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഡെറ്റേഴ്സ് എത്രയാണ്? 14,500. സൺട്രി ഡെറ്റേഴ്സ് 14,500 ആണ്. അപ്പോൾ 14,500ൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 725 മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനോട് കൂടെയാണ് നമ്മൾ എന്ത് കാണേണ്ടത്? 5% കാണേണ്ടത്. അതാണ് ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അത് വളരെ വളരെ ശ്രദ്ധിക്കുക. മാത്രമല്ല ഇത് അവസാനം നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് എഴുതുമ്പോൾ, കറണ്ട് അസറ്റിൽ ഡെറ്റേഴ്സ് എഴുതുമ്പോൾ അവിടെ നിന്നും ഫർദർ ബാഡ് ഡെറ്റ് നമ്മൾ മൈനസ് ചെയ്യണം. അതേപോലെ ന്യൂ പ്രൊവിഷനും അവിടെ നിന്ന് മൈനസ് ചെയ്യണം. ദെൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇവിടെ തന്നെ അത് ചെയ്തത് നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. ഇപ്പം ഞാൻ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നന്നായി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് എന്തിലേക്കൂടെ വരാവുന്നതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൂടി വരാവുന്നതാണ്. ആദ്യം നോക്കുക, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫോർമുല നമ്മൾ പറഞ്ഞിരുന്നു. ചിലപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇവിടെ? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? ക്ലോസിംഗ് എൻട്രീസ് എന്നുള്ള രീതിയിൽ നമുക്കിത് പറയാറുണ്ട് അല്ലേ? നമ്മൾ സാധാരണ രീതി ട്രേഡിംഗ് അക്കൗണ്ട് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ടു പർച്ചേസസ് ടു ഡയറക്റ്റ് എക്സ്പെൻസസ് അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ദെൻ ക്ലോസിംഗ് എൻട്രീസ് എന്നുള്ള രീതിയിൽ ഇവിടെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്ന നേരം അങ്ങനെ ആ രീതിയിൽ നമ്മൾ അതിനെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? സെയിൽസിനെ അല്ലേ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലാണ് വരേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ക്ലോസിംഗ് എൻട്രി? എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞത്? എന്താ? ട്രേഡിംഗ് അക്കൗണ്ട് ടു എന്ന് പറയുന്നത് നേരെ തിരിച്ചായിരിക്കും വരിക അല്ലേ? സെയിൽസ് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള രീതിയിലും നമുക്ക് പറയേണ്ടി വരും. ദെൻ ക്ലോസിംഗ് എൻട്രീസ് എന്നുള്ള രീതിയിലും നമുക്ക് ഈ എൻട്രീസ് എഴുതിക്കൊണ്ട് ചിലപ്പം ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. എന്നാൽ ഈ പ്രോബ്ലത്തിൽ ക്ലോസിംഗ് എൻട്രി എഴുതാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഫോർമുല എന്താ? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യണം. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ്, അതായത് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലേ? ആ രീതിയിൽ നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യം നമ്മൾ എന്താണ് എടുക്കേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്കാണ് അല്ലേ? നമുക്ക് നേരത്തെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് സ്റ്റോക്ക് 5,760 അല്ലേ? നമുക്ക് ഈ സ്ലൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ തന്ന എമൗണ്ട് നമ്മൾ നോക്കുക. ഇത് 5,760 ആണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത്. ആ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളിവിടെ ആദ്യം തന്നെ എന്തിലെടുക്കുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നു. ദെൻ പർച്ചേസസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസസ് ലെസ് പർച്ചേസസ് റിട്ടേൺസ് ആണ്. ശ്രദ്ധിക്കുക, പർച്ചേസസ്. അപ്പോൾ പർച്ചേസസും നേരത്തെ പർച്ചേസസ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. എവിടെ? പർച്ചേസസ് ആൻഡ് സെയിൽസ് അല്ലേ? എത്രയാണ് പർച്ചേസസ്? 40,675. പക്ഷേ പർച്ചേസസ് റിട്ടേൺസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് നമുക്കിപ്പം പെട്ടെന്ന് പറഞ്ഞു പോവാം. പർച്ചേസസ് റിട്ടേൺസ് 500 ആണ് കണ്ടോ? അപ്പോൾ 40,675 നിന്ന് നമ്മൾ എത്ര മൈനസ് ചെയ്യണം? 500 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 40,175 എന്ന് കിട്ടും. അപ്പോൾ പർച്ചേസസ് ലെസ് പർച്ചേസസ് റിട്ടേൺസ്. ഇപ്പം നെറ്റ് പർച്ചേസ് ആയി കഴിഞ്ഞു. ഓക്കെ. ദെൻ ഇനി നമുക്ക് എടുക്കേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസസ്. നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ബാലൻസുകളിൽ എന്തൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ളത്? ഇവിടെ തന്നെ കുറേ ആയിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണ്? വേജസ് ഉണ്ട്, ഫ്യൂവൽ ആൻഡ് പവർ ഉണ്ട്, ക്യാരേജ് ഓൺ പർച്ചേസ് ഉണ്ട് അല്ലേ? ഇതിൽ തന്നെ 3 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ എടുക്കേണ്ടതാണ്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റാണ് നോക്കുക. ഫ്യൂവൽ ആൻഡ് പവർ 4730. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ക്യാരേജ് ഓൺ പർച്ചേസ് ആണ് 2040 അല്ലേ. ദെൻ വേജസ് ഉണ്ട് 8480. ഇപ്പം എല്ലാ ഐറ്റം ആയി കഴിഞ്ഞു. ഇപ്പം ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ആയി കഴിഞ്ഞു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എവിടെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഈ തന്ന ബാലൻസ് നോക്കിയാൽ നമുക്ക് കിട്ടില്ല. എവിടെ വന്നിട്ടുണ്ടാവുക? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവും. ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 31st March 2018 6800. ഈ ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ എവിടെ എടുക്കേണ്ടത്? ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് 6800 കറക്റ്റാണ്. 6800. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട എല്ലാ ഐറ്റം ആയി കഴിഞ്ഞു. സെയിൽസ് ലെസ് റിട്ടേൺസ്, നെറ്റ് സെയിൽസ് ആയി, ക്ലോസിംഗ് സ്റ്റോക്ക് ആയി. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെബിറ്റ് സൈഡാണോ എങ്ങനെയത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം? ഏത് സൈഡാണ് കൂടുതൽ നോക്കുക? ഇപ്പം തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാവും. ഇവിടെ 98,100 സെയിൽസ് ഉള്ളത് കൊണ്ട് 98,000 6,000 കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 1 lakhൻ്റെ എമൗണ്ട് കൂടുതൽ വന്നില്ലേ? 1,04,900 rupees ഇവിടെ വന്നു. 1,04,900 ഇവിടെ നമ്മൾ ആഡ് ചെയ്തു അല്ലേ. ദെൻ അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ആ ക്രെഡിറ്റ് സൈഡിലുള്ള ടോട്ടൽ എമൗണ്ട് നമ്മൾ എവിടെയും കാണിക്കുന്നു, ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നു. അങ്ങനെ ടോട്ടൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും ഉള്ള എമൗണ്ട് നമ്മൾ ഇവിടുത്തെ ടോട്ടൽ കാണാവുന്നതാണ്. 1,04,900 ക്രെഡിറ്റിൽ കണ്ടുപിടിച്ച എമൗണ്ട് ഡെബിറ്റ് സൈഡിലൂടെ കാണിക്കുന്നു. അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് 43,715 ഈസ് ദ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ആദ്യം ക്രെഡിറ്റിലുള്ള എമൗണ്ട് കൂട്ടി 1,04,900 നമുക്ക് കിട്ടി. ആ 1,04,900 നിന്ന് നമ്മൾ ഈ പറഞ്ഞ ഓരോ ഐറ്റവും മൈനസ് ചെയ്യുക അല്ലേ. 5,760, 40,175 അല്ലേ, 8,480, 4,730, 2,020. ഇതെല്ലാം നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 43,715 എന്നുള്ള ഈ ആൻസർ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. ഇതിന് ടോട്ടൽ എഴുതുന്ന സമയത്തും ബാലൻസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കാം. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ഉണ്ടോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 43,715. ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത സമയത്ത് ഗ്രോസ് ലോസ് ആണ് വന്നതെങ്കിൽ അത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ക്രെഡിറ്റ് സൈഡിലായിരുന്നു ഗ്രോസ് ലോസ് ആയിരുന്നു വന്നതെങ്കിൽ നമ്മൾ അതിനെ ഇവിടെ ഡെബിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എവിടേക്കായിരിക്കും? ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക്, ഇൻകം സൈഡിലേക്കായിരിക്കും. 43,100. ഇൻകം സൈഡ് പെട്ടെന്ന് പറഞ്ഞു. ഇൻകം സൈഡ് വളരെ കുറഞ്ഞായിട്ടേ ഉള്ളൂ അല്ലേ. നേരത്തെ നമ്മൾ പ്രോബ്ലം ചെയ്ത സമയത്ത് റെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കാണാം റെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. റെൻറ്റ് തന്ന സമയത്ത് ഞാൻ പറയണ്ടായി റെൻറ്റ് എവിടെയല്ല, ഡെബിറ്റിലല്ല. ഡെബിറ്റിലാണെങ്കിൽ അത് റെൻറ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ ക്രെഡിറ്റിലാണ് തന്നിരിക്കുന്നത് അല്ലേ. 9,000 ഇവിടെ തന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ റെൻറ്റിനെ പറ്റിയുള്ള പരാമർശം നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ. റെൻറ്റ് അക്രൂഡ് അല്ലെ. ഇൻകം ആകുന്ന നേരം നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്നല്ല പറയുക, അക്രൂഡ് എന്നാണ് പറയുക. ഇൻകം അക്രൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം കിട്ടേണ്ട സമയമായിട്ടുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഒരു ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻകം അക്രൂഡ് എന്നുള്ള യഥാർത്ഥ ടേം ഇൻകം അക്രൂഡ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ റെൻറ്റിനോട് കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. റെൻറ്റിനോട് കൂടെ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യുന്നു. 1,000 rupees നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത് 10,000 ഇവിടെ കാണിക്കണം. അപ്പോൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇനി കൂടാതെ ഈ റെൻറ്റ് അക്രൂഡ് എന്ന് പറയുന്നത് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 1,000 rupees, ഈ റെൻറ്റ് അക്രൂഡ് ഉണ്ടല്ലോ, ഈ 1,000 rupees നമ്മൾ എവിടെയും കൂടെ കാണിക്കണം. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലൂടെ കാണിക്കാൻ മറന്നു പോകാതെ അത് അവിടെയും കൂടെ കാണിക്കണം. അത് വീണ്ടും ഒന്നുകൂടെ പറയാം, നമുക്ക് ആ ഭാഗം ചെയ്യുന്ന സമയത്ത് പറയാം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കഴിഞ്ഞു. ഇനി ഡെബിറ്റ് സൈഡിലേക്ക് വരാം അല്ലേ. ഇപ്പോൾ സാലറിയാണ് ഇവിടെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് തന്നിരിക്കുന്ന. സാലറി ഉണ്ട്, അതേപോലെ ജനറൽ എക്സ്പെൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പ്രോബ്ലം നോക്കിയ സമയത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. സാലറി നോക്കാം. സാലറി 14,000 ആണ് സാലറി. അപ്പോൾ നമ്മൾ ആദ്യം സാലറി എടുക്കുക. സാലറി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നേരത്തെ നമ്മൾ വായിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, 1,500 രൂപ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട്. ആ സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറീൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാലറി എടുക്കുന്നു. ദെൻ സാലറി 14,000, ഔട്ട്സ്റ്റാൻഡിങ് സാലറി 1,500 ആഡ് ചെയ്യുന്നു. അപ്പം 15,500 എന്ന് കിട്ടും. ഓക്കെ. ഈ 1,500 rupees നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അസറ്റ് സൈഡിൽ കാണിക്കണം. റെൻറ്റ് ഈ അക്രൂഡ് എന്ന് പറയുന്നത് അസറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ഇത് 1,500 നമ്മളവിടെ കാണിക്കേണ്ടതാണ്. ലാബിലിറ്റി സൈഡ് കാണിക്കേണ്ടതാണ്. ഓർത്ത് വെക്കണം, പിന്നെ അത് എടുക്കാൻ വിട്ടുപോകരുത്. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ദെൻ ക്യാരേജ് ഓൺ സെയിൽസ് ഉണ്ട്. നമുക്ക് തന്ന എക്സ്പെൻസിൽ ജനറൽ എക്സ്പെൻസ് അങ്ങനെയുള്ള ഐറ്റം നേരത്തെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. ക്യാരേജ് ഓൺ സെയിൽസ്, ക്യാരേജ് ഓൺ പർച്ചേസും ക്യാരേജ് ഓൺ സെയിൽസും ഉണ്ട്.
ക്യാരേജ് ഓൺ പർച്ചേസ് നമ്മൾ നേരത്തെ എടുത്തു. ഇപ്പം നമ്മൾ ക്യാരേജ് ഓൺ സെയിൽസ് എടുക്കുന്നു അല്ലേ? ഓക്കെ, ക്യാരേജ് ഓൺ സെയിൽസ് എത്രയാണ് ക്യാരേജ് ഓൺ സെയിൽസ് തന്നിട്ടുള്ളത്? ക്യാരേജ് ഓൺ സെയിൽസ് 3200 അല്ലേ? ദെൻ ജനറൽ എക്സ്പെൻസ് നേരത്തെ നമ്മൾ കണ്ടു 3000, അതും എടുത്തു. ഇനി നമുക്ക് ഇൻഷുറൻസിലേക്ക് വരാം അല്ലേ? ഇൻഷുറൻസിൽ എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് നോക്കുക. ഇൻഷുറൻസ് ആദ്യം നമുക്ക് ബാലൻസ് നോക്കാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസസ് നോക്കാം. എന്തൊക്കെയാണ്? ഇൻഷുറൻസിൽ 600 രൂപയാണ് ഇവിടെ ഇൻഷുറൻസ് പെയ്ഡ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇൻഷുറൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് ഇൻഷുറൻസിൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 600 റുപ്പീസാണ്. അപ്പോൾ ഈ 600 രൂപ നമുക്ക് ആദ്യം എടുക്കാം. ഇവിടെ എടുത്തായിട്ട് കാണാം 600 റുപ്പീസ് ഉണ്ടല്ലോ. ദെൻ നമുക്കിനി അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാം അല്ലേ? അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ നേരത്തെ അത് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. ഇൻഷുറൻസ് ഇൻക്ലൂഡ് പ്രീമിയം ഓഫ് ₹170 ഓൺ പോളിസി എക്സ്പയറിംഗ് ഓൺ 30th സെപ്റ്റംബർ. സെപ്റ്റംബർ 30 എക്സ്പയർഡ് ആകുന്ന ആ രീതിയിലുള്ള ഒരു പോളിസിയാണ്. അത്തരത്തിലുള്ള ഒരു പോളിസിക്ക് 170 റുപ്പീസ് ഒരു കൊല്ലത്തേക്ക് നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? പ്രീമിയം അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 170 എന്ന് പറയുന്നത് ഏത് വർഷത്തേതാണ്? ഒക്ടോബർ 2018 മുതൽ നമ്മൾ ഇങ്ങോട്ട് കൂട്ടണം. നാളെ ഒരു കൊല്ലമുള്ളൂ. ഒക്ടോബർ 2018 ടു സെപ്റ്റംബർ 2019. അപ്പോഴേ നമുക്കൊരു വർഷമാവുള്ളൂ. അപ്പോൾ അതിൽ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 31 മാർച്ചിന് അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തെ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 6 മാസത്തെ എമൗണ്ട് 170ൻ്റെ നേർ പകുതി എടുത്താൽ മതി. അത് വേറെ എഴുതി കാണിക്കുന്നില്ല. 170യുടെ നേർ പകുതി എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 85 റുപ്പീസ് ഉണ്ടാവും. അപ്പോൾ 85 റുപ്പീസാണ് എന്തെന്ന് പറയുന്നത്? പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. അത് മൈനസ് ചെയ്യുന്നു. പ്രീപെയ്ഡ് നമ്മളിവിടുന്ന് മൈനസ് ചെയ്യുന്നു 515. ഈ പ്രീപെയ്ഡ് 85 റുപ്പീസ് നമ്മൾ എവിടെയും കൂടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലൂടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഡിപ്രിസിയേഷനിലേക്ക് പോവാം അല്ലേ? ഡിപ്രിസിയേഷൻ 2 കാര്യങ്ങൾക്കാണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഡിപ്രിസിയേഷൻ തന്നിരിക്കുന്നത്. ഒന്ന് മിഷനറിയുടെ ഡിപ്രിസിയേഷൻ 10%. 20,000 രൂപയാണ് മിഷനറി. 20,000ൻ്റെ 10%, 10/100. ഇവിടെ കാൽക്കുലേഷൻ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ദെൻ അപ്പോൾ നമുക്ക് ഇത്ര 2,000 റുപ്പീസ് നമുക്ക് കിട്ടും. ദെൻ പാറ്റൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ 7,500 ആണ് പാറ്റൻറ്റ്. അതിൻ്റെ 20% ആണ് ഡിപ്രിസിയേഷൻ. 20/100 1,500 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് നമ്മൾ ഇനി ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ബാലൻസ് ഷീറ്റിൽ ഈ അസറ്റ് എടുക്കുമ്പോൾ പാറ്റൻറ്റും അതേപോലെ തന്നെ നേരത്തെ കണ്ടത് മിഷനറി ആയിരുന്നു. മിഷനറി എടുക്കുന്ന സമയത്ത് മിഷനറിയിൽ നിന്ന് മിഷനറിയുടെ ഡിപ്രിസിയേഷനും പാറ്റൻറ്റിൽ നിന്നും പാറ്റൻറ്റിൻ്റെ ഡിപ്രിസിയേഷനും നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. പലപ്പോഴും നമ്മുടെ ഈ ബാഡ് ഡെറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് കുട്ടികൾ തെറ്റിക്കാറ്. അപ്പോൾ ഇവിടെ തെറ്റാതെ നമുക്ക് ചെയ്യണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആദ്യം നമ്മൾ ബാഡ് ഡെറ്റ് എടുക്കണം അല്ലേ? അപ്പോൾ ഈ ബാഡ് ഡെറ്റ് 1000 റുപ്പീസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബാലൻസിൻ്റെ ഏറ്റവും അവസാനത്തെ ഐറ്റം അല്ലേ? 1000 റുപ്പീസ് ബാഡ് ഡെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1000 നമ്മൾ ആദ്യം എടുക്കുന്നു. 1000 ഫർദർ ബാഡ് ഡെറ്റും ഇവിടെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. എവിടെയാണ് ഫർദർ ബാഡ് ഡെറ്റ്? ബാഡ് ഡെറ്റിൻ്റെ ഫർദർ ബാഡ് ഡെറ്റ് ശ്രദ്ധിച്ചല്ലോ, 725. ഈ ഫർദർ ബാഡ് ഡെറ്റ് 725. അപ്പം ബാഡ് ഡെറ്റ് പ്ലസ് ഫർദർ ബാഡ് ഡെറ്റ് അല്ലേ? അപ്പോൾ ഫർദർ ബാഡ് ഡെറ്റ് നമ്മൾ ഇതിനോട് കൂടെ ആഡ് ചെയ്യുന്നു 725 അല്ലേ? ഇനി ന്യൂ പ്രൊവിഷൻ, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വേണമെങ്കിൽ ഇവിടെ ഇടാവുന്നതാണ്. എത്രയാണ്? 1,725 റുപ്പീസ് ഉണ്ടാവും. ഇനി ന്യൂ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ന്യൂ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ഡെറ്റേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് 14,500 ആണ്. 14,500 രൂപ. 14,500. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 725 രൂപയും കൂടെ എന്തായിട്ടുണ്ട്? ബാഡായിട്ടുണ്ട്. ആ ബാഡായിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യണം 725. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13,775. അതിൻ്റെ 5% കാണാം. ഈ ഒരു സ്റ്റെപ്പ്, ഈ 725 മൈനസ് ചെയ്യാൻ പലപ്പോഴും കുട്ടികൾ വിട്ടുപോകാറുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 13,775 ഇൻറ്റു 5/100. അപ്പോൾ 688 പോയിൻറ്റ് സംതിങ് ഉണ്ട്. അത് 0.5ൽ കൂടുതലായതുകൊണ്ട് അതിനെ നിയറസ്റ്റ് റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ അത് 689 റുപ്പീസായിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാഡ് ഡെറ്റ്, ആഡ് ഫർദർ ബാഡ് ഡെറ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ ഇല്ല. ഓൾഡ് പ്രൊവിഷൻ നമുക്ക് ബാലൻസ് തന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പറയാറുണ്ട്. ബാഡ് ഡെറ്റ്, ആഡ് ഫർദർ ബാഡ് ഡെറ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഇവിടെ ഓൾഡ് പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബാഡ് ഡെറ്റ് എടുത്തു. ഫർദർ ബാഡ് ഡെറ്റ് 725 നമ്മൾ ആഡ് ചെയ്തു. ദെൻ ന്യൂ പ്രൊവിഷൻ 689 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ട് 2,414 റുപ്പീസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇൻകം സൈഡാണ് കൂടുതൽ
43,715 10,000 കൂടെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ 53,715 കിട്ടും. ആ എമൗണ്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൂടെ എഴുതുന്നു, ഡെബിറ്റ് സൈഡിലേക്ക് കൂടെ എഴുതുന്നു. ദെൻ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ. ഈ ടോട്ടലിൽ നിന്ന് ഈ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റം ഒക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എമൗണ്ട് ആയിട്ട് വരുന്നത് 25,586 റുപ്പീസ് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും. 25,586 ഈസ് ദ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇനി പോകാനുള്ളത് നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ. നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു, നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അല്ലേ. ഇത് എഴുതുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. സാധാരണ നമ്മൾ ചെയ്യാറ് ആദ്യം നമ്മൾ കറണ്ട് അസറ്റ് സൈഡിലെടുക്കും, ദെൻ ഫിക്സഡ് അസറ്റിലേക്ക് അവസാനം വരും. ദെൻ അതേപോലെ ഈ ലാബിലിറ്റി സൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറണ്ട് ലാബിലിറ്റി ആദ്യം സ്റ്റാർട്ട് ചെയ്യും, ദെൻ ഫിക്സഡ് ലാബിലിറ്റിയിലേക്ക് വരും. ഓക്കെ, ആദ്യം നമുക്ക് അസറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം ഇവിടെ ട്രാ ബാലൻസ് തന്നിരിക്കുന്ന അസറ്റ്സ് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ട്രാ ബാലൻസിലെ എന്താ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. സ്റ്റാർട്ടിങ് തന്നെ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കോ എവിടേക്ക് എടുക്കാം? ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് ക്യാഷ് ഇൻ ഹാൻഡ് 540, ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് 2630. ഓക്കെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ നേരത്തെ ഇൻഷുറൻസിൽ നിന്ന് മൈനസ് ചെയ്തൊരായിട്ടാണ്. അതെവിടെ എടുക്കണം? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിൻ്റെ കൂടെ എടുക്കണം. 85 റുപ്പീസ് നമ്മളിവിടെ എടുത്തു, നേരത്തെ പറഞ്ഞ കാര്യമാണത്. ദെൻ ഡെറ്റേഴ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫർദർ ബാഡ് ഡെറ്റ് മൈനസ് ചെയ്യണം അല്ലേ, ന്യൂ പ്രൊവിഷന് മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫർദർ ബാഡ് ഡെറ്റ് 725 നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ടായിരുന്നത് 14,500 ആണ്. ദെൻ 13,775 റുപ്പീസ് നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമ്മൾ ന്യൂ പ്രൊവിഷൻ മൈനസ് ചെയ്തു 689 അല്ലേ. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. 689. ദെൻ അപ്പോൾ 13,086 റുപ്പീസ് നമുക്ക് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് എമൗണ്ട് കിട്ടി. 13,086. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇതൊരിക്കലും നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എടുക്കും, പക്ഷെ ഇവിടെ എടുക്കാൻ മറന്നു പോകരുത്. കറണ്ട് അസറ്റാണ് സ്റ്റോക്ക്. 6,800 റുപ്പീസ് ഉണ്ട്. ആ 6,800 റുപ്പീസ് നമ്മൾ സ്റ്റോക്ക് എടുത്തു. ദെൻ അക്രോഡ് റെൻറ്റ് അല്ലേ, റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് അസറ്റായിട്ട് വരേണ്ടതായിട്ടാണ്. അക്രോഡ് റെൻറ്റ് 1000 റുപ്പീസ് നമ്മൾ എടുത്തു. ദെൻ നേരത്തെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിരിക്കുന്ന ട്രാ ബാലൻസിൽ ഫ്രീ ഹോൾഡ് അല്ലേ, ഫ്രീ ഹോൾഡ് ലാൻഡ്, മിഷനറി ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി അസറ്റ്സ് ഉണ്ട്. ഫ്രീ ഹോൾഡ് ലാൻഡ് ഉണ്ട്, മിഷനറി ഉണ്ട്. ദെൻ അങ്ങനെയുള്ള ഐറ്റം, ഫിക്സ്ഡ് അസറ്റ് ആയിട്ടുള്ള ഐറ്റം നമ്മൾ ബിൽഡിംഗ് ഉണ്ട് അല്ലേ, ഇതൊക്കെ നമ്മൾ നോക്കി വെക്കുക. ദെൻ അതോടൊപ്പം തന്നെ ഡിപ്രിസിയേഷൻ ഉള്ളതാണെങ്കിൽ അതെന്ത് ചെയ്യും കൂടെ വേണം? മൈനസ് ചെയ്യും കൂടെ വേണം. ആ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ ഹോൾഡ് ലാൻഡ് 10,000 റുപ്പീസ് നമ്മളെടുത്തു. ബിൽഡിംഗ് 32,000. ഇത് രണ്ടിനും ഡിപ്രിസിയേഷൻ ഇല്ല. ഡിപ്രിസിയേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. മിഷനറിയുടെ ഡിപ്രിസിയേഷൻ ഉണ്ട് 2,000. നേരത്തെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഈ 2,000 എടുത്തിരുന്നു, അത് മൈനസ് ചെയ്തു. ദെൻ 18,000. പാറ്റൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ 20% ഉണ്ടായിരുന്നു, 1,500. അത് നമ്മൾ മൈനസ് ചെയ്തു 6,000. അപ്പോൾ മിഷനറിയിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു. 20,000 മൈനസ് 2,000 18,000 നമുക്ക് കിട്ടി. പാറ്റൻറ്റിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ 1,500 മൈനസ് ചെയ്തു. നമുക്കത് കിട്ടി 6,000 റുപ്പീസ് കിട്ടി. 7,500 നിന്ന് 1,500 രൂപ. അപ്പോൾ അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ആദ്യം നമ്മൾ കറണ്ട് അസറ്റാണ് എടുത്തത്. ദെൻ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ ഫിക്സഡ് അസറ്റാണ് എടുത്തത്. ഓക്കെ, ദെൻ ഇനി ലാബിലിറ്റി സൈഡിലേക്ക് വരാം. എന്തൊക്കെയാണ് ലാബിലിറ്റി സൈഡിൽ? നമുക്ക് ട്രാ ബാലൻസ് തന്നിരിക്കുന്നതിൽ ലാബിലിറ്റി ആയിട്ട് വരുന്ന ഐറ്റം, ഈ ലാബിലിറ്റി ആയിട്ട് വരുന്ന ഐറ്റം നോക്കാൻ തീരെ ബുദ്ധിമുട്ടില്ല. കാരണം എന്താ, ഈ ക്രെഡിറ്റ് ബാലൻസ് നോക്കിയാൽ മതി അല്ലേ. അല്ലാതെ ഇത് മുഴുവനും നോക്കേണ്ട കാര്യമില്ല. ഈ ലാബിലിറ്റി സൈഡിൽ എഴുതാൻ വേണ്ടി ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റം ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല. എവിടെ നോക്കിയാൽ മതി? ഈ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റം നോക്കിയാൽ മതി. അപ്പോൾ ട്രാ ബാലൻസിൻ്റെ ക്രെഡിറ്റിലുള്ള ഐറ്റം എന്തൊക്കെയാണ്? ഒന്ന് സെയിൽസ് ആണ്, നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. റിട്ടേൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ദെൻ ഇനി നമുക്ക് ബാക്കി വരുന്ന ഐറ്റം നോക്കൂ. ഇതാ ക്യാപിറ്റൽ ഉണ്ട്, 62,000 ഉണ്ട്. ഇത് ലാബിലിറ്റി സൈഡിൽ നമ്മൾ എടുക്കേണ്ട ഐറ്റമാണ്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഡെറ്റേഴ്സ് നമ്മൾ എടുത്തു. ക്രെഡിറ്റേഴ്സ് 6,300 ഉണ്ട്. റെൻറ്റ് നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എടുത്തു. അപ്പോൾ അത്രയും ഐറ്റേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രോയിങ്സ് ഇവിടെ നമുക്ക് തന്ന ഒരു എമൗണ്ട് കൂടെ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലേക്ക് പോവാം. ലാബിലിറ്റി സൈഡാണ് കാണുന്നത്. ദെൻ ആദ്യം നമുക്ക് സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലേ. ഇവിടെ പിന്നെ സൺട്രി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് 6,300 നമ്മൾ എടുത്തു കഴിഞ്ഞു. ദെൻ സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 1,500 റുപ്പീസ് നമുക്ക് തന്നിട്ടുണ്ട്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 1,500 റുപ്പീസ് നമ്മൾ തന്നതല്ല, അത് നമ്മൾ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നതാണ്. അതിൻ്റെ രണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രീപെയ്ഡ് നമ്മൾ ഇവിടെ അസറ്റ് സൈഡ് കാണിക്കുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ലാബിലിറ്റിയാണ്, അത് ലാബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ലാബിലിറ്റി സൈഡ് കംപ്ലീറ്റ് ചെയ്യാം. ക്യാപിറ്റൽ 62
1000 റുപ്പീസാണ് ക്യാപിറ്റലുള്ളത്. അതിനോടുകൂടെ നെറ്റ് പ്രോഫിറ്റ്. എവിടെ നിന്ന് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 25,586 റുപ്പീസാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനോടുകൂടി നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് ക്യാപിറ്റൽ അപ്പോൾ ഇൻക്രീസ് ചെയ്തു. എത്രയായി? 87,586 റുപ്പീസായി. അതിൽ നിന്ന് ഡ്രോയിങ്സ് നമ്മൾ മൈനസ് ചെയ്യുന്നു. 5,245 റുപ്പീസ് ഡ്രോയിങ്സ് നമ്മൾ മൈനസ് ചെയ്താൽ ബാക്കി നമ്മുടെ ഔട്ടർ കോളത്തിൽ നമുക്ക് കാണിക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 82,341 റുപ്പീസാണ്. ഇത് നമുക്ക് ഓരോന്നും എല്ലാ സൈഡും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ടാലി ആവണം. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് ടാലി ആവണം. ടാലി എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് സൈഡും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 90,141 റുപ്പീസ് രണ്ട് സൈഡിലും നമുക്ക് കാണാം. 90,141 റുപ്പീസ് രണ്ട് സൈഡിലും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എന്തായി കഴിഞ്ഞു? ടാലി ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് 8 മാർക്കിന് സാധാരണ +1 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ, ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.